ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് റിവ്യൂലേക്ക് അവർക്ക് സാധനം ബിൻസി പുറത്താകാൻ കാരണം അപ്പാനിയും അനുമോൾ കത്തിച്ച ആ തീ ആളിക്കത്തുകയാണ്. കൂടുതൽ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം ബിൻസി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി. അതിനുശേഷം ഇന്നലെ അനുമോളും അപ്പാനിയും തമ്മിൽ ഒരു വഴക്കുണ്ടായി. ആ വഴക്കിൽ പുറത്ത് അനുമോൾ അപ്പാനിയോട് പറയുന്നുണ്ട്, നീ കാരണം ഒരുത്തി പുറത്തു പോയിരിക്കുന്നു, നീ കാരണം എന്ന് പറയും. ആ ഒരു ന്യൂസ് കാട്ടുതീ പോലെ പടർന്ന് പഠിക്കുകയാണ് ബിഗ് ബോസിലേക്ക്. വേറൊന്നുമല്ല, അത് ഷാനവാസ് രാത്രി എടുത്തിട്ട് ആ സമയത്ത് അപ്പാനി കുറച്ച് ഇതായി കരയും ഒക്കെ ചെയ്തിട്ട് അതെല്ലാം നിങ്ങൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു സംഭവം കൊണ്ടാണോ ബിൻസി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയത്? ഒരു പരിധി വരെ അതെ. ഈ അപ്പാനി ഗ്യാങ്ങിന്റെ കൂടെയായിരുന്നു ബിൻസി കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ രാത്രി അവർ ലവ് കോംബോ പിടിക്കാനും നോക്കി. നമ്മളെല്ലാം ലൈവ് കാണുന്നത്, രാത്രി കാണുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇത് സെയിം തന്നെയാണ് അനുമോൾ പറഞ്ഞത്. അതേ സെയിം തന്നെ ഷാനവാസ് ഇപ്പോൾ പറയുന്നത്. ഷാനവാസ് എല്ലാം കാണുന്നുണ്ട്. പുള്ളി അവിടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുറ്റി പറഞ്ഞു നടക്കും, പുള്ളി എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളി ഇത് പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അപ്പാനി ഷാർത്ത് അത്യാവശ്യം അറിയുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ടതായിരുന്നു. എന്ത് ടാസ്ക് പുള്ളി ഇന്ന് കരഞ്ഞ് ബിഗ് ബോസിനോട് കരഞ്ഞ് പറയുന്നുണ്ട്, ഭാര്യയെ കാണണം, മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറച്ച് ഇതായിരുന്നു. ആ സമയത്ത് പുള്ളി ഒന്ന് ചിന്തിക്കണം, പുറത്ത് ഭാര്യയൊക്കെ ഉണ്ടായത്. പുള്ളിക്ക് ഇപ്പം മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ അപ്പാനി ഷാർത്ത് കുറച്ച് ഒതുങ്ങിയിരിക്കുകയാണ് കുറച്ച് നേരമായിട്ട് ലൈവിൽ. കാരണമല്ല, പുള്ളിക്ക് നെഗറ്റീവ് ഷാനവാസ് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇത് നെഗറ്റീവ്, പുറത്തേക്ക് നെഗറ്റീവ് ആണോ പോയത്. അപ്പോൾ ബിഗ് ബോസിനോട് കരഞ്ഞ് പറയുന്നുണ്ട്, ഇതൊരു ഗെയിമിന്റെ ഭാഗമാണ് എല്ലാം ചെയ്യുന്നത്. എന്ത് ഗെയിമിന്റെ ഭാഗമാണ്? ഒരു ലവ് കോംബോ പിടിക്കാൻ നോക്കുന്നതാണോ ഗെയിമിന്റെ ഭാഗം? ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവര്. പിന്നെ ഷാനവാസ് തന്നെ അവിടെ പറയുന്നുണ്ട്, ആദിലയോടും നൂറയോടും ഒക്കെ പറയുന്നുണ്ട്. ബിൻസി പോയ സമയത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അപ്പാനി ഷാർത്ത് ലാലട്ടന് മുന്നിൽ വെച്ച്, അത് നമ്മൾ കണ്ടതാണ്. കെട്ടിപ്പിടിച്ച് പോകുന്നിടത്ത് ഉമ്മ കൊടുക്കും. വേറുള്ളവർ നവിനൊക്കെ മിണ്ടാൻ ശ്രമിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ കൂടുതലും നമ്മുടെ അപ്പാനിയോട് മാത്രം കൂടുതലും കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക ഒക്കെ ചെയ്ത് ഷാനവാസ് എന്ന് ഇവിടെ പറയുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ ഈ സംഭവം ബിൻസിയുടെ ഇത് പുറത്ത് കുറച്ച് ഇതായിട്ടുണ്ട്. അത് മാത്രമല്ല, ബിൻസി ഈ അപ്പാനി ഗ്യാങ്ങിന്റെ കൂടുതലും അപ്പാനി ഗ്യാങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ബിൻസിയോട് കുറച്ച്, പിന്നെ ഇതിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. ഇവരുടെ ഗ്യാങ് പിടിച്ച് മാത്രം ഇരിക്കുന്നുണ്ടും കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ 2-3 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നെവിനുമായിട്ടൊക്കെ. അതല്ലാതെ ബിൻസി അതാണ് പുറത്താകാൻ കൂടുതൽ കാരണം. അപ്പാനിയായിട്ടുള്ള ഈ ലവ് ട്രാക്കും അവിടുത്തെ ഇതൊക്കെ മനുഷ്യനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവരുടെ ഗ്രൂപ്പിലാണ് കൂടുതലും നിന്നത്. അതൊക്കെയാണ് കൂടുതലും ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.